ഹലോ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിപ്പോൾ സുഖമായിട്ട് പോകണം, കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടാ. മഴയുണ്ടല്ലോ അവിടെയും. ഇവിടെ ഇന്ന് രാവിലെ തുടങ്ങി നല്ല തകർപ്പൻ മഴയുണ്ടാവും. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഞാൻ ഇന്നലെ പള്ളിയിൽ പോയി. അതൊരു കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ കഥയാണ്. ഈ ആദംകൂട്ടരെ കൊണ്ടാണ് ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവാറ്. അപ്പോൾ ഇന്നലെ ഞാൻ ആശാൻ്റെ അടുത്ത് ചോദിച്ചു, നീ പള്ളിക്ക് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വന്നില്ല അമ്മേ. അവൻ അപ്പാപ്പൻ്റെ അടുത്ത് കുളിക്കാൻ പോവാന്ന് പറഞ്ഞു. നടക്കാൻ പോണ വഴിക്ക് അപ്പാപ്പൻ ഒരു ദിവസം തലേ ദിവസം അവനൊന്ന് വെള്ളത്തിലിറക്കി കുറച്ച് വെള്ളം മേത്തിക്ക് വെച്ചു. അപ്പോൾ അവിടെ കുളിക്കാന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായി അവന്. അങ്ങനെ കുളിപ്പിച്ചത് അവന് ഇഷ്ടമായി. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ പള്ളിയിൽ പോക്കോ, ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കരയാണ്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇവൻ പോയിട്ടാ. ഞാൻ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറിപ്പോയി. ഞാൻ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പുറത്ത് എന്നെ നോക്കിയിരിക്കുക, വടിയും പിടിച്ച്. അമ്മയ്ക്ക് അടി കൊടുക്കണം, അമ്മയ്ക്ക് അടി കൊടുക്കണം. അപ്പാപ്പൻ, ഞാൻ ഗേറ്റ് തുറന്നപ്പോഴേക്ക് അപ്പാപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ഈ അമ്മ വന്നിട്ടുണ്ട്, അടി കൊടുക്ക്. അപ്പാപ്പനെ ഉണ്ട് അടി കൊടുപ്പിക്കാൻ ഏൽപ്പിക്കുന്ന ആൾ അപ്പാപ്പനാണ്. പിന്നെ അപ്പാപ്പൻ്റെ മോനും കൂടി എന്നെ അടിയോടടി. പിന്നെ അതൊരു കരച്ചിൽ പിടിച്ചിട്ട് നിൽക്കണില്ല കേട്ടാ. കുറച്ചു നേരം കഴിഞ്ഞ് അപ്പാപ്പൻ എന്നെ അടിച്ച് അങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചു. പക്ഷെ അവനെ ഓർത്തോർത്ത് കരയാം. പിന്നെ വൈകുന്നേരം ഉറങ്ങണ നേരത്ത് വരെ അമ്മയ്ക്ക് അടി കൊടുക്ക്, അമ്മയ്ക്ക് അടി കൊടുക്ക് എന്ന് പറഞ്ഞ് കിടന്ന് കരയായിരുന്നു. ഞാൻ അവനോട് മര്യാദയ്ക്ക് പറഞ്ഞതാടാ, എൻ്റെ കൂടെ പോരേടാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്നോട് ഞാൻ പറഞ്ഞാലേടാ വരാൻ. അപ്പോൾ അവൻ വരാണ്ട് അവിടെ നിന്നതാ. എന്നിട്ട് കരച്ചിൽ മേളം വൈകുന്നേരം അതാലോചിച്ച് കൊച്ചിന് പേടിയുണ്ട് ഓൾറെഡി, ഞാൻ പോവുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പള്ളിക്കും കൂടി പോയപ്പോൾ പിന്നെ കൊച്ചിന് സഹിക്കാൻ പറ്റില്ല കേട്ടാ. പോണ്ട ഈശോപ്പാപ്പൻ കൈ കഴിയിട്ടില്ല. ഇന്നലെ ഉറക്കത്തില് വരെ അടിച്ചവൻ. അവന്ന് രാവിലെ എന്നിട്ട് ഇന്ന് വരെ അടിച്ചു തന്നെ. അമ്മ പള്ളിയിൽ പോയി പറഞ്ഞ് ഞാൻ പാപ്പന്റെ പിന്നാലെ നിക്കവൻ. തിന്നാ അപ്പൊ നേരത്തെ നീ ചെന്നിട്ട് ഇപ്പൊ പോണല്ലേ? ചെല്ലടാ. എന്നിട്ടാ താക്കോല്, അപ്പാപ്പന്റെ വണ്ടിയുടെ താക്കോല് കൊച്ചിട്ടില്ലേ, ടോർച്ച്. ഇപ്പൊ ഈശോ ഇഷ്ടായ അബ്രോ? ഞാൻ അവനൊരു സമാധാനം ഇല്ലേ ഇവിടെ അബ്രോന്റെ അടുത്ത് എങ്ങനെയാണല്ലേ? പോയി കഞ്ഞി കുടിക്കാൻ മാമയുടെ ചെണ്ടോട്ട അതില്ലേ? ഉമ്മടുത്ത് ഉമ്മ ഉമ്മോടക്കാൻ ഉമ്മ കൊടുക്കട കുറിച്ചു കാണിക്കണേ. അതും പോണ്ടാ? അതും പോണ്ടോന്ന് പോണ്ടാ? അബിനു ഉണ്ടാവോ? കട്ടല് വാങ്ങിക്കണ? അപ്പൊ മറ്റേ ചാള വാങ്ങിക്കല്ലേ? ചാള അമ്മാമ്മ ഉണ്ടാക്കുന്ന അബുരു ഇറങ്ങി. അവനിറങ്ങാനാ, ഉണ്ണിയായിട്ടെടുക്കാനല്ല. അത് പൊട്ട സാധനം തോർത്ത കൊണ്ടൊന്നല്ല, അത് അവരുടെ തോർത്ത കൊണ്ടല്ല. ഗജ് എന്നിട്ട് ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാ. ഇങ്ങോട്ട് തിരിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പറയാ. ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാ. എന്നിട്ട് കറി മീൻ, പിന്നെ മീൻ കറി,
മീൻ കറിയണോ? വറുത്തതല്ലടാ. ആ പിന്നെ എന്തിച്ചു കൂട്ടാനാ? മറ്റേ കൂട്ടാന്നിട്ടാ പയറും കായല്ലേ? ആ പയറ് കായ. ജുന്തത്ത 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 ബ്രോ ബാക്കില് ഉണ്ണി ഉണ്ണി ഉണ്ണി. അതാ മഴ വന്നേക്ക് മഴക്കാലൊക്കെ ഇരുട്ട് കൂടിയതേ മഴ പറഞ്ഞു കണ്ടാ. ഇരുണ്ടൂലേ രാത്രി ഫുള്ള് ഇരുട്ടായില്ലേ? ആ മഴ വരപ്പ. ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഓഫ് ചെയ്താ? ആ ഫ്രിഡ്ജ് ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഊരിട്ട അതന്നെ. ആ ടി വി വെക്കണ്ടെന്ന് പറയാ പാപ്പനോട്. ഇടി വെട്ടാന്ന് പറയും. ആ എടുക്കാൻ പോണ്ട്. മുത്തിപ്പൊ നടന്നു തുടങ്ങിയിട്ടാ. ഇപ്പൊ നടക്കാൻ ഇഷ്ടമാണ് അവന്. ഇപ്പൊ എങ്ങനെ നടന്ന ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്തിട്ടാന്നറിയോ? നമ്മുടെ കട്ടിലില്ലേ, കട്ടിന്റെ മുകളിലേക്ക് പിടിച്ചു കയറാന്ന് പറഞ്ഞാ കട്ടിന്റെ ഈ 2 സൈഡിലേക്കുള്ള ഒരു പിടുത്തുണ്ടല്ലോ, അതുമ്മ പിടിച്ച് കേറി കിടക്കേമേക്ക് ചേട്ടന്. അബ്രു എന്താ നോക്കണേ. പിന്നെ ചെയ്യണ ഒരു കോപ്രായം എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ അവിടെ നിൽക്കുമ്പോ ശരിക്കും അവന്റെ തല മുട്ടില്ല. പക്ഷെ ഇവൻ ഡൈനിങ് ടേബിളിന്റെ ഇപ്പൊ ഇങ്ങനെ കാല് വെക്കാൻ പറ്റൊരു പിടുത്തുണ്ട്, അതുമ്മ കയറി നിന്നിട്ട് തല മുട്ടിച്ചിട്ട് ഇറങ്ങാനും പറ്റണില്ല അനങ്ങാനും പറ്റില്ല. എന്റെ ദൈവം, ഇവന്മാരെ കണ്ണ് വെട്ടിച്ചു കഴിഞ്ഞാൽ പറക്കി തിന്നല്, സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടല്, കബോർഡ് തുറക്ക്. അമ്മാവ ഇന്നലെ പറയണ്ടായി ഏതോ കബോർഡിനൊക്കെ ലോക്ക് വെപ്പിക്കാന്ന്. ഞാൻ പറഞ്ഞു ഈ വീട്ടിലെ ഫുള്ള് കബോർഡ് ലോക്ക് വെക്കേണ്ടി വരും. എന്നാലും കാര്യമൊന്നുമില്ല, ഇവന്മാർ ലോക്ക് പൂട്ടി തുറക്കുന്നു പറഞ്ഞു. എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മളിവരെ നോക്കി വെച്ചുകൊണ്ടിരിക്കേണ്ട പ്രായമാണല്ലോ. ഈ 3-4 വയസ്സ് വരെ, 2-3 വയസ്സ് വരെയൊക്കെ, 3-4 വയസ്സിലൊക്കെ ശരിയാവോ എനിക്കറിയില്ല. ഇങ്ങനെ നമ്മൾ നോക്കി വെച്ചുകൊണ്ടിരിക്കണം. കാരണം അവർക്ക് അതിനുള്ള അറിവാദത്തിനൊക്കെ അറിവായി തുടങ്ങി. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ശരിയാവാ, അങ്ങനത്തെ ഒരു ഇതാവണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അപ്പോഴേക്കും അബ്രു കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കോളും. നമ്മുടെ പിള്ളേർക്ക് ഉണ്ടല്ലോ, ഒരാളെടുക്കുന്ന സാധനത്തിന് അടുത്ത ആൾക്ക് ആവശ്യമുള്ളൂ. ഏതെങ്കിലും ഒരു സാധനം, ഇപ്പം ഏതെങ്കിലും ടോയ്സ് എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് അത് വേണം. അതിനാണ് ഇവിടെ മെയിൻ തല്ലുണ്ടാവുന്നത്. ഇപ്പം ഒരു കാറിന് വേണ്ടി അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തിന് ഈ കാറ് വേണം, അബ്രുവിന് ഈ കാറ് വേണം. 2 പേർക്ക് അത് തന്നെ വേണം. ഇതാണ് മെയിൻ പ്രശ്നം ഇവിടെ വന്നത്. അതെങ്ങനെ പ്രാർത്ഥിക്കാറ്? അപ്പന് ലീവ് കിട്ടണേ, പിന്നെ അപ്പന് വാവ് ഉണ്ടാവല്ലേ. കൊച്ചിപ്പോ പ്രാർത്ഥിക്കുന്നു ഫുൾ അപ്പന് വേണ്ടി. അപ്പന് ലീവ് കിട്ടണേ, പോയിട്ട് അപ്പൊ 1 മാസം കഴിഞ്ഞിട്ടുള്ളപ്പോഴേക്കും അപ്പന് ലീവ് കിട്ടണേന്നാണ് കൊച്ചു പ്രാർത്ഥിച്ചോണ്ടിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോളത് നേരം വൈകി. ഒക്കെ ഇങ്ങനെ തട്ടിപ്പൊട്ടി നിൽക്കുമ്പോ എനിക്കിപ്പോ നേരം വൈകി. അതുകൊണ്ട് മൊത്തത്തില് കാര്യങ്ങളൊക്കെ നേരം വൈകി. കുറച്ച് നേരത്തെ എനിക്ക് പറയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വേഗം കഴിയും. പക്ഷെ അവര് എനിക്കിപ്പോ നേരം വൈകി. ഇപ്പൊ ഭക്ഷണം കൊടുക്കലൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോണുള്ളൂ. അപ്പൊ ഇന്ന് വീട്ടില് മീൻ വറുത്തതാണ് കേട്ടാ. എല്ലാവരും ഫുഡ് കടി കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് അതെ. പിന്നെ കായും പയറും ഉപ്പേരി. പയറ് പിന്നെ അപ്പൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും വേഗം പോയി വാങ്ങിക്കും. പയറിന് ഭയങ്കര വിലയെന്ന് പറയണ്ടേ, 80 രൂപയെന്ന് അങ്ങനെ എന്തോ അപ്പച്ചൻ പറയണ്ടേ. പയർ ഇവിടെ ആകെ ഇഷ്ടപ്പെട്ടൊരു പച്ചക്കറി എന്ന് പറഞ്ഞാൽ പയറും കായും. പയറുപ്പേരി ഇഷ്ടമാണ്. വേറെ കറികളോടൊന്നും വലിയ താല്പര്യമില്ല. അതാണ് നമ്മൾ വെക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കായും പയറും ഉണ്ടാവും. നമ്മുടെ വീഡിയോയിൽ മുൻപ് കമന്റ് വന്നിട്ടാ, ഞാൻ വീട്ടിൽ ഒരു പണിയെടുക്കണം, മരുമോള് വെറുതെ ഇരിക്കാണ്, അമ്മായിമ്മ ഉണ്ടാക്കി തന്നത് ഇരുന്ന് തിന്നാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊന്നും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു തോന്നി. സംഭവം ഞാൻ പറയാം, അമ്മിച്ച് ഉണ്ടാക്കി തന്നത് തന്നെയാണ് ഞാൻ കഴിക്കണത്. ഞാൻ നോണ പറയുന്നതല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നതല്ല. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഉപ്പേരി കാച്ചുക, അല്ലെങ്കിൽ മീൻ വറുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ ചിക്കൻ വറുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റണുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നിങ്ങൾ പറയും, ഓ ഇവർക്ക് മാത്രമല്ല പിള്ളേരുള്ളൂ, ബാക്കി ആർക്കും പിള്ളേരില്ല. സംഭവം ശരിയാണ്, പിള്ളേരുള്ളവരുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാ പിള്ളേരും ഒരുപോലെ ആയിരിക്കില്ല. ചില പിള്ളേർക്ക് നല്ല വാശി ഉണ്ടാവും, ചില പിള്ളേർക്ക് ഒട്ടും വാശി ഉണ്ടാവില്ല. എൻ്റെ 2 മക്കളും അടിപൊളി വാശിയുള്ളവരാണ്. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഇവന്മാർ എൻ്റെ പിന്നിൽ എന്തായാലും ഉണ്ടാവും. എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നലെ ഞാൻ ഇവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മോളിലൊക്കെ അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടി ഞാൻ കയറി. ഞാൻ 2 മിനിറ്റ് മാറുമ്പോഴേക്കും ഇവിടെ എന്നെ അന്വേഷണം തുടങ്ങും. ആദ്യം കൂട്ടൻ
എന്നിട്ട് 2 മിനിറ്റ് എന്താണ് അന്വേഷണം തുടങ്ങി ഇവൻ കണ്ടുപിടിച്ചു ഞാൻ മുകളിലുണ്ടെന്ന്. ഞാൻ ഇവിടെ അടിച്ച് വാരി തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇവിടെ വന്നിട്ട് വന്ന് ചെയ്തതെന്നറിയോ, ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായി, അത് ഒറ്റ കമത്തി. അങ്ങനെ ഒരു കമത്തി അവിടെ ഫുള്ള് വെള്ളാക്കി. ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ തുടയ്ക്കാൻ നിന്നു, ഇവൻ വെള്ളം എന്ത് ചെയ്തു, ബക്കറ്റ് കമത്തി അവിടെ വെച്ചു. ഞാൻ തന്നെ തുടയ്ക്കാൻ വേണ്ടി തുണി എടുക്കണതിൻ്റെ ഇടയിൽ തുണി എടുക്കാൻ വേണ്ടി പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ മറന്നുപോയി. ഞാൻ എന്തോ ഓർമ്മയിൽ എനിക്ക് നടക്കണേന്ന് അറിയില്ല. ഞാൻ തന്നെ അങ്ങോട്ട് പോയി തുണി എടുക്കാൻ പോയി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ വെള്ളത്തിൽ ഇടിഞ്ഞ് പൊങ്ങി വീണു. അങ്ങനെ അന്ന് ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. ഇന്നലെ വെള്ളം മറിച്ച് കളഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്ക് ഇരട്ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിപ്പണി. ഇവനോട് പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. എന്തിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ പ്രായം അതായതുകൊണ്ടാണ്. അങ്ങനെ ഇരട്ടിപ്പണി കാണിച്ചു തരണം. ഞാൻ മുകളിലത്തെ തുടച്ച് ഒരു വിധത്തിൽ നിർത്തി. അപ്പം അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു അടിയിലത്തെ തുടയ്ക്കാന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പറഞ്ഞു എൻ്റെ പൊന്നു മോളെ നീ തുടയ്ക്കണ്ട, കാരണം അമ്മച്ചിക്ക് അറിയാതെ ഇരട്ടിപ്പണിയാന്ന്. കാരണം ഇവ അതിന് സമ്മതിക്കില്ല. ഇനി താഴത്തും കൂടി വെള്ളം തുടച്ചു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ അന്ന് വീണ പോലെ ഞാൻ വീണപ്പോൾ എനിക്ക് ഭാഗ്യത്തിനൊന്നും പറ്റാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പച്ചനും അമ്മച്ചി ആരെങ്കിലൊക്കെ അങ്ങനെ വീണ് കഴിഞ്ഞാലോ, അമ്മച്ചി പറഞ്ഞു വേണ്ട നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കറി വെക്കാൻ കയറി കഴിഞ്ഞാലും ചില ദിവസങ്ങളിൽ ഒരു കരച്ചിലായിരിക്കും. അമ്മച്ചിക്ക് അപ്പച്ചനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറയും നീ അവിടെ നിന്നാൽ മതി ഞാൻ ചെയ്യാം. ഇപ്പം ചക്ക നന്നാക്കാൻ കൊണ്ടു കഴിഞ്ഞാലും അപ്പച്ചൻ്റെ അടുത്ത് അമ്മച്ചിൻ്റെ അടുത്ത് പറയായിരിക്കുന്നില്ല, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യണ്ടേ. ചക്ക നന്നാക്കാൻ കൊണ്ടുവന്നാൽ ഞാൻ പറയും ഞാൻ നന്നാക്കാന്ന് പറയുമ്പോഴും അപ്പച്ചൻ പറയും വേണ്ട. കാരണം ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ടാണ് അമ്മച്ചി ഉണ്ടാക്കുന്നതും എനിക്കത് ഉണ്ടാക്കാൻ പറ്റാത്തതും. പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ പോകുമ്പോൾ കുറേ നേരം ഇവരെ വാശി പിടിക്കുമ്പോൾ അമ്മച്ചിക്ക് എടുക്കുമ്പോൾ കൈവേദനയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തതും അമ്മച്ചി ഉണ്ടാക്കി തന്നെ ഭക്ഷണം കഴിക്കുന്നത്. അമ്മച്ചി ഇപ്പൊ വീട്ടിലെ പണികൾ എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. കാരണം അവരെന്റെ അവസ്ഥ കണ്ടോണ്ടിരിക്കുന്നതാണ്, എന്താന്നുള്ളത് കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതില് പരാതി പിന്നെ പറഞ്ഞിട്ട് വേറെ ഒരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം. അമ്മായിമ്മ പോരുന്നൊക്കെ കേട്ടിട്ടില്ലേ, ഓ മരുമക്കൾ അത് ചെയ്യണില്ല, മരുമക്കൾ ഇത് ചെയ്യണില്ല, ഏത് സമയം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലെ പണികളൊന്നും എടുക്കണില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് വീട്ടിലായാലും പ്രശ്നങ്ങൾ വരും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മരുമക്കളെ മക്കളായും അമ്മായിമ്മമാരെ അമ്മയായും കാണാം. അപ്പോൾ പകുതി പ്രശ്നങ്ങൾ മാറും. ഇപ്പം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഏതമ്മമാരെ സഹായിക്കാണ്ടിരിക്കുക, ഏതമ്മമാരാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? അവർക്ക് പറ്റണില്ല, അത് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അത് അമ്മമാരാണെങ്കിൽ നമ്മളോട് പറയില്ലേ വേണ്ടടി ഞാൻ ചെയ്തോളാം, നിനക്ക് പറ്റണമെങ്കിൽ വേണ്ട നീ അവിടെ പോയിരുന്ന് റെസ്റ്റ് എടുക്കോ, അങ്ങനെ പറയൂലോ. അങ്ങനെ തന്നെ മരുമക്കളെയും കാണാം. അപ്പൊ പകുതി പ്രശ്നം. അതുപോലെ തന്നെ മരുമക്കൾ എന്താ ചെയ്യാ, അമ്മയായിട്ട് കാണാം. അമ്മമാരോട് പറയുന്ന പോലെ തന്നെ അമ്മച്ചിക്ക് പറ്റണല്ലേ അത് ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ വീടുകളിലെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ പറ്റൂട്ട. ഇപ്പൊ നമ്മുടെ വീട്ടില് അമ്മായിമ്മപ്പോരോ പരാതികളോ പരിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു കമന്റ് വന്നതുകൊണ്ട് ഞാനതിന് ആൻസർ ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടാ. ആടാ കുടുംബ വായോ പോരെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. See you.